നമസ്കാരം. പെരിനാട് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇൻഫർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രവാസികൾക്ക് വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇത്. എല്ലാ പ്രവാസികളുടെ കുടുംബാംഗങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. 2009 പ്രവാസി ക്ഷേമ പദ്ധതി ആവിഷ്കരിച്ചുവെങ്കിലും ഏകദേശം 70% അംഗങ്ങളും ഈ പ്രവാസി ക്ഷേമ പദ്ധതിയിൽ അംഗത്വമെടുത്തിട്ടില്ല. ഇനി അംഗത്വം എടുത്തിട്ടുള്ളവരാണെങ്കിൽ തന്നെയും അവർ മാസങ്ങളോളം മുടക്കം വരുത്തി ആ അംഗത്വം ക്യാൻസലായി പോയിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അങ്ങനെയുള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയാണിത്. ഈ പ്രവാസി ക്ഷേമ പദ്ധതി എന്ന് പറയുന്നത് 2 വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് തിരിച്ചു വന്നവർക്കും ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും കൂടാതെ ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്കും ഈ വിഹിതത്തിൽ, ഈ ക്ഷേമ പദ്ധതിയിൽ വിഹിതമടച്ചുകൊണ്ട് നമ്മൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് മാസത്തിൽ 350 രൂപ വീതവും, പിന്നീട് ഈ വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന് പണി മതിയാക്കി ഇവിടെ വന്ന് നിൽക്കുന്നവർക്ക് 2 വർഷമെങ്കിലും വിദേശത്ത് പണി ചെയ്തിരിക്കണം. അങ്ങനെയുള്ളവർക്കും പിന്നീട് അന്യ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന മലയാളികൾക്കും മാസത്തിൽ 200 രൂപ വീതവും ക്ഷേമ പദ്ധതിയിൽ വിഹിതം അടച്ചുകൊണ്ട് നമ്മൾക്ക് ഈ പ്രവാസി ക്ഷേമ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. എല്ലാ മാസവും നമ്മൾക്ക് ഓൺലൈനിലായിട്ടോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ വഴിയോ നമ്മൾക്ക് ഇത് രജിസ്ട്രേഷൻ എടുത്ത് നമുക്ക് ഈ പൈസ അടയ്ക്കുന്നതിന് നമുക്ക് മൊബൈൽ വഴി നമുക്ക് അടയ്ക്കാൻ പറ്റും. ആദ്യം നമ്മൾ തീർച്ചയായിട്ടും അക്ഷയ സെൻറ്ററിൽ പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. കാരണം മൊബൈൽ സാങ്കേതിക വിദ്യ സാധാരണക്കാർക്ക് മിക്കവാർക്കും അറിയാൻ വയ്യാത്തവർക്ക്, അറിയാവുന്നവർക്ക് കുഴപ്പമില്ല, ഈ സാങ്കേതിക പരിജ്ഞാനം കുറവുള്ളവർക്ക് നമ്മൾ അക്ഷയ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവരതിൻ്റെ മെമ്പർഷിപ്പിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് തരും. പിന്നീട് മാസം തോറും ആ വിഹിതം അടച്ചാൽ മതി. ഈ മാസം തോറും ഈ വിഹിതം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടനവധി മറ്റു പ്രയോജനങ്ങളുണ്ട്. ഇത് മിനിമം 5 വർഷം അടച്ചിരിക്കണം. അതായത് 55 വയസ്സുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 60 വയസ്സ് വരെ ഈ ക്ഷേമ വിഹിതം അടയ്ക്കുകയും 60ാമത്തെ വയസ്സിൽ നമ്മൾക്ക് പെൻഷന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യാം. പെൻഷന് വേണ്ടി അപേക്ഷിച്ച് ഏകദേശം 2 മാസം കഴിയുമ്പോൾ ഈ പെൻഷൻ നമുക്ക് അക്കൗണ്ടിൽ വന്നു തുടങ്ങും. കൂടാതെ മറ്റ് അനവധി ആനുകൂല്യങ്ങളുണ്ട്. ഇത് ഈ മുടക്കം വന്ന അംഗങ്ങൾക്ക് ആ മുടക്കം, പിഴപ്പലിശയിൽ നിന്ന് അവരെ ഒഴിവാക്കിക്കൊണ്ട് ഈ ക്ഷേമ വിഹിതം, മുടക്കമുള്ള ക്ഷേമ വിഹിതം ചെറിയ ചെറിയ തുകകളായിട്ട് അടച്ചു തീർക്കാനുള്ള സംവിധാനം കൂടെ ഏർപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും, എല്ലാ പ്രവാസികളും എത്രയും പെട്ടെന്ന് ഈ പ്രവാസ പദ്ധതിയിൽ, ക്ഷേമ പദ്ധതിയിൽ അംഗത്വമെടുക്കുക. പിന്നീട് ഈ 60 വയസ്സ് വരെയാണെന്നുള്ളത് ഈ നമ്മൾ അടയ്ക്കുന്നതിൻ്റെ ആനുപാതികമായിട്ടാണ്. ഇനിയിപ്പോൾ ഒരാൾ 55 വയസ്സുള്ള ഒരാളാണെങ്കിൽ നമ്മൾ അടയ്ക്കുകയാണെങ്കിൽ 60ാമത്തെ വയസ്സിൽ നമുക്ക് പെൻഷൻ കിട്ടും. എത്ര പെൻഷൻ കിട്ടും? 3500 രൂപ കിട്ടും. ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ 3500 രൂപ മുതൽ 7000 വരെയാണ്. അതായത് ഒരു 45 വയസ്സുള്ള ഒരാളാണെങ്കിൽ ഈ പെൻഷൻ പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ അയാൾ ഒരു 15 വർഷം അടയ്ക്കുമെന്ന് വയ്ക്കുക. അയാൾക്കൊരു 4550 രൂപയോളം പെൻഷൻ ലഭിക്കും. കൂടാതെ 55 വയസ്സുള്ള ആൾക്ക് 3500-ഉം 45 വയസ്സുള്ള ആൾക്ക് 4550-ഉം കൂടാതെ 35 വയസ്സ് വരെ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്കൊരു 5600 രൂപ ലഭിക്കും. കൂടാതെ 25 വയസ്സുള്ള ഒരു ആൾ ഈ പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ 6650 രൂപ. 20 വയസ്സിൽ ഈ പദ്ധതിയിൽ ചേർന്ന ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് 60ാമത്തെ വയസ്സിൽ 7000 രൂപ വീതം പെൻഷൻ ലഭിക്കുന്ന ഒരു നല്ല ഒരു പദ്ധതിയാണ്. ഇനി 59 വയസ്സ് വരെ ഉള്ള ഒരാളാണെങ്കിൽ, 59 വയസ്സിലാണ് ഈ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ അദ്ദേഹം 64 വയസ്സ് വരെ ഈ ക്ഷേമവിഹിതം അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്
ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ തവണ എന്ന് പറഞ്ഞാൽ 5 വർഷമെങ്കിലും ക്ഷേമവിഹിതം അടച്ചിരിക്കണം. 60ാമത്തെ വയസ്സ് കഴിഞ്ഞാലേ പെൻഷൻ കിട്ടുകയുള്ളൂ. ഇതാണ് വ്യവസ്ഥ. അതുകൊണ്ട് എല്ലാവരും ഈ പദ്ധതിയിൽ അംഗത്വമെടുക്കുക. ഏറ്റവും അടുത്തുള്ള അക്ഷയ സെൻറ്ററിൽ പോയി അവരുടെ നമ്മളുടെ ആ ഡോക്യുമെൻറ്റ്സൊക്കെ കൊടുത്തിട്ട് നമ്മൾ മാസം തോറുമുള്ള ക്ഷേമവിഹിതം അടച്ച് ഈ പദ്ധതിയിൽ എത്രയും പെട്ടെന്ന് ചേരുക. ഈ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഈ ഒരു വീഡിയോ മറ്റുള്ള സുഹൃത്തുക്കൾക്കും മറ്റുള്ള പ്രവാസികൾക്കും അയച്ചു കൊടുക്കുക. ഈ വീഡിയോ പ്രോത്സാഹിപ്പിക്കുക. ഈ പെരിനാട് ന്യൂസിൽ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി വരുന്നുണ്ട്. അത് എല്ലാവരും ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. പെരിനാട് ന്യൂസിനെ നമ്മൾക്ക് വളരെ വാല്യബിളായിട്ടുള്ള വീഡിയോസ് ഷെയർ ചെയ്യുന്നതിനും വീഡിയോ നിങ്ങൾ പ്രവാസികൾക്കും മറ്റുള്ള സുഹൃത്തുക്കൾക്കും അറിയിക്കുന്നതിനുള്ള ഒരു നല്ലൊരു വേദിയായിട്ട് പരിഗണിച്ചുകൊണ്ട് എല്ലാവരും ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും നല്ല ഒരു ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോയുമായിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.